പഠന വൈകല്യത്തോടനുബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റി. അത് അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പല റീസൺ കൊണ്ടുണ്ടാകാം, മരുന്നുകളുടെ ഉപയോഗങ്ങൾ കൊണ്ടുണ്ടാകാം, ഭക്ഷണത്തിലെ ന്യൂട്രീഷനിലുണ്ടാകുന്ന ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം, മറ്റു പല ആഘാതങ്ങൾ കൊണ്ടുണ്ടാകാം, ന്യൂറോളജിക്കലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇങ്ങനെ പല രീതിയിൽ ഇതുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കേട്ടു. എന്നാൽ ഏത് കാരണമായിരുന്നാലും ഒരു ഏർലി ഡിറ്റക്ഷൻ, അതായത് ആദ്യം മുതൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയും ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ, ആദ്യം മുതൽ തന്നെ ഇതിന് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുകയും ചെയ്താൽ ഇതൊരു പരിധിവരെ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള വസ്തുതയാണ് നമ്മൾ കണ്ടത്. തുടർന്ന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതായുള്ള സംഗതികൾ ഏതൊക്കെയാണ്, ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നതായുള്ള പ്രത്യേക ബെനിഫിറ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ എപ്പിസോഡ് ലീഡ് ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്ന മറിയാമ്മയെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ഈ മേഖലയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഇതൊരുപാട് ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതായിട്ടുള്ള ഈ മേഖലകൾ, ഡിസ്കാൽക്കുലായി, ഡിസ്ലെക്സിയ, ഇങ്ങനെയൊക്കെയുള്ള ഈ സംഗതികൾ ഒന്ന് ബ്രീഫായിട്ട് ഇന്നതാണ് എന്നൊന്ന് ബ്രീഫായിട്ട് ഒന്നുകൂടെ പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺ ഡിസ്ലെക്സിയ റീഡിംഗ് ഡിസബിലിറ്റി എന്ന് പറയാം. സെക്കൻഡ് വൺ ഇസ് ഡിസ്ഗ്രാഫിയ ഇസ് റൈറ്റിംഗ് ഡിസോർഡർ, ബുദ്ധിമുട്ട്, ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ ഡെഫിഷ്യൻസിയും ഡിസ്ഗ്രാഫിയ വരും. തേർഡ് വൺ ഡിസ്പ്രാക്സിയ ഇസ് ഡിഫിക്കൽറ്റി ടു ഒബേ കമാൻഡ്സ്, അല്ലെങ്കിൽ ഒരു കാര്യം പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മ. ഫോർത്ത് വൺ ഡിസ്കാൽക്കുലിയ, അതായത് മാത്സിന്റെ കൺസെപ്റ്റ്സും കൗണ്ടിങ്ങും നമ്പേഴ്സുമായിട്ടുള്ള ഡിഫിക്കൽറ്റീസ്, അതാണ്. പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡിഫക്റ്റ് എന്ന് പറയും. അതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വിഷ്വൽ പ്രോസസ്സിംഗ് ഡിഫക്റ്റും, അത് കണ്ട് പഠിക്കാനുള്ള കഴിവില്ലായ്മ. ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിഫക്റ്റ്, കേട്ട് പഠിക്കാനുള്ള കഴിവില്ലായ്മ. ഇത്രയുമാണ്. വളരെ പ്രധാനപ്പെട്ടതായുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ. ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളെ സാധാരണഗതിയിൽ അവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ കണക്കിന് ജയിക്കാത്തവനെ നീ ഉഴപ്പനാണ്, മണ്ടനാണ്, വായിക്കാത്തവനെ നീ വായിച്ച് പഠിക്കാഞ്ഞിട്ടാണ്, എഴുതാൻ പ്രശ്നമുള്ളവനെ നീ എഴുതി പഠിക്കാഞ്ഞിട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ കുഞ്ഞുങ്ങളെ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രത്യേക മാർഗങ്ങളുണ്ടോ? പ്രത്യേകിച്ച് സ്കൂളിലെ ടീച്ചേഴ്സിന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അതിന് വല്ല മാർഗം വല്ലതും ഉണ്ടോ? ഉണ്ട്. അത് മോട്ടോ ഡെവലപ്മെൻറ്റ്, അതായത് ചലനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ്. ആ മൈൽ സ്റ്റോൺസ് ചിലപ്പം ചില കുട്ടികൾക്ക് അത് വളരെ എവിഡൻ്റ് ആണ്. അതായത് എല്ലാവരും നോട്ട് ചെയ്യുന്ന കാര്യം, 1 വയസ്സായിട്ടും കുഞ്ഞ് നടന്നില്ല, അല്ലെങ്കിൽ 1.25 വയസ്സായിട്ടും ഇൻഡിപെൻഡൻ്റ് നടക്കാറായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കണ്ടാൽ തന്നെ കോമൺ മാന് തന്നെ മനസ്സിലാകുന്നതാണ്. അപ്പം അതായത് ഈ മൈൽ സ്റ്റോണിലുള്ള ഡിലേ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ പീഡിയാട്രീഷ്യനോട് ഈ കാര്യം പറയുകയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അപ്പം തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ അപ്പം 1 to 2 ഇയേഴ്സിലെ ഡെവലപ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ഡെവലപ്മെൻ്റൽ സീക്വൻസ് എന്താണെന്നുള്ളത് ഇപ്പം ഇന്നിപ്പം യൂട്യൂബും അല്ലെങ്കിൽ ഇങ്ങനത്തെ ജനറൽ അവയർനെസ് വളരെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ പേരൻസിനും, ലിറ്ററേറ്റ് ആയിട്ടുള്ള എല്ലാ പേരൻസിനും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് നല്ലതാണ്. ഓരോ ഏജിലും കുട്ടികൾ എന്തെല്ലാം രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് പുറത്ത് കാണിക്കുന്നതെന്നുള്ളത് അതിനെക്കുറിച്ച്, അതായത് ഡെവലപ്മെൻ്റ് എന്ന് ഞാൻ പറയുമ്പം ഇതിന് പല മേഖലകളുണ്ട്. അതാണ് ഒന്ന് ഗ്രോസ് മോട്ടോർ, അല്ലെങ്കിൽ വലിയ ചലനങ്ങൾ, വലിയ ശരീരത്തിൻ്റെ വലിയ ചലനങ്ങൾ, ഫൈൻ മോട്ടോർ ചെറിയ മസിലിൻ്റെ ചലനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നടക്കേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നടക്കാതെ വരിക, വർത്തമാനം പറയേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വർത്തമാനം പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണുമ്പോൾ ഇത് ഏതോ രീതിയിലുള്ള ഒരു ഡിലേ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തക്ക സമയത്ത് ഡോക്ടർമാരുമായിട്ട് അത് ചർച്ച ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പറയാമോ? ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഐഡന്റിഫൈ, ഇപ്പൊ സ്കൂൾ അല്ല, ഏർലി ഐഡന്റിഫിക്കേഷൻ എന്താ ഞാൻ അതിങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, ഏർലി ഡിറ്റക്ഷന് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഏർലി ഐഡന്റിഫിക്കേഷൻ വേണ്ടത്. അതായത് പേരൻസ് തന്നെ ഇതിനെക്കുറിച്ച് അവെയർ ആകുക എന്ന് പറയുന്നതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി സൊല്യൂഷനായിട്ട് മാത്രമേ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, അതായത് ഇപ്പോൾ ഒരു 3.5 മുതലേ പ്രീ സ്കൂൾസിൽ ഇവർ പോയി തുടങ്ങത്തുള്ളൂ. അന്നേരം ടീച്ചേഴ്സിനും ഈ കാര്യത്തെക്കുറിച്ച് അവെയർനെസ് ഉണ്ടെങ്കിൽ, അതായത് ഈ കോഗ്നിറ്റീവ് സ്കില്ലിനെ കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടെങ്കിൽ, അതിനു മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ അതിനു മുമ്പ് തന്നെ കണ്ടു തുടങ്ങും. 3 ഇയേഴ്സ് കോഗ്നിറ്റീവ് സ്കില്ലും സ്പീച്ചിൻ്റെ സ്കില്ലുമാണ് അല്പം ലേറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ആ സ്കില്ലിനെ കുറിച്ച് ടീച്ചേഴ്സിന് അവെയർ ആകാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയുടെ മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തോ, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റിനെ, അതായത് ഇതിൻ്റെ സീക്വൻസ്, ഡെവലപ്മെൻ്റൽ സീക്വൻസിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിലും ഒരു ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേകം കാര്യം, ഇപ്പോഴത്തെ നമ്മളുടെ കൾച്ചറിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ടീച്ചറും മറ്റു കുട്ടികളും കളിയാക്കുക എന്ന് പറയുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഞാനതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ ലാക്ക് ഓഫ് അവെയർനെസ്സിൻ്റെ കൂട്ടത്തിലാണ്. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഹെൽപ്പ് ചെയ്യത്തക്ക കണക്ക് ഏതെങ്കിലും രീതിയിലുള്ള റെമഡിയൽ മെഷേഴ്സ് നമുക്കിതിനുണ്ടോ? ഇങ്ങനെ ഇവർക്ക് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കത്തക്ക സ്കൂളുകളുണ്ടോ? ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകിച്ച് വല്ല പ്രത്യേക ബെനിഫിറ്റുകൾ ഇവർക്ക് നൽകുന്നുണ്ട്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിനു വേണ്ടിയിട്ട് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിന് ഐദർ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ്, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇവർക്ക് മാത്രമേ ഡയഗ്നോസിസിന് അതോറിറ്റി നമ്മളുടെ സ്റ്റേറ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ടെസ്റ്റ്, അതായത് ഒരു സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. അങ്ങനെ ഡയഗ്നോസ് ചെയ്ത കുട്ടികൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യണം. അതാണ് ആദ്യത്തെ പടി. അത് ഏത് ഏജ് മുതൽ വേണമെങ്കിലും ആ സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ തുടങ്ങാം. ആസ് ഏർലി ആസ് പോസിബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് പേരൻസ് അവെയർ ആണ് ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നും പിടിക്കാനായിട്ട്. അപ്പം അവിടെ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കും. അതായത് പേരൻറ്റിന് കിട്ടുന്നത്, ഒന്ന്, ഈ കുട്ടിയുടെ സ്ട്രെങ്ത് ഏതൊക്കെയാണ്, ഏതിനാണ് ഈ കുട്ടിക്ക് കഴിവുകളുള്ളത്, അതാണ് ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് ഈ കുട്ടി അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വിഷ്വൽ ലേണിംഗ് ആണോ, അതോ ഓഡിറ്ററി ലേണിംഗ് ആണോ, അതോ കൈനസ്തെറ്റിക് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണോ. ചില കുട്ടികൾ നടന്നുകൊണ്ട് പഠിക്കും, ചില കുട്ടികൾ കണ്ടെങ്കിലേ പഠിക്കത്തുള്ളൂ, ചില
കുട്ടികൾക്ക് കേട്ടാൽ തന്നെ പഠിക്കാം, ചിലർക്കാണെങ്കിൽ ഫീൽ ചെയ്താൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലേണറാണ് ഈ കുട്ടി എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പ്രൊഫഷണൽസ് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ മാതൃക വീട്ടിൽ പേരൻസിന് പിന്തുടരാം, ടീച്ചേഴ്സിനോട് ഈ കാര്യം ഇൻഫോം ചെയ്യാം. അങ്ങനെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ആ സ്ട്രാറ്റജി നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആസ് ഏർലി ആസ് പോസിബിൾ. ഇനി അങ്ങനെ തുടങ്ങി കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം റീഡിങ് ഇഷ്യൂ, അതിന് പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനായിട്ടുമുണ്ട്. പ്ലസ് ഇനീഷ്യലി റെമഡിയൽ തെറപ്പീസ് കൊടുക്കാം. അതായത് 2 രീതിയിലാണ് ഇതിൻ്റെ അപ്രോച്ച് പോകുന്നത്. ഒന്ന് അഡാപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയും, അതായത് ആ കാര്യത്തെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് സ്ട്രെങ്ത് ഉള്ള മേഖലകളിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. മറ്റേത് സ്ട്രെങ്ത് ഇല്ലാത്തത് വീക്കായിട്ടുള്ള ഇടങ്ങളിൽ നന്നായി ട്രെയിനിങ് കൊടുത്തിട്ട്, അതായത് IEP ഒക്കെ വെച്ചിട്ട്, അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് ഓവർകം ചെയ്യുക. അപ്പോൾ ഈ 2 രീതിയിലുള്ള അപ്രോച്ച്. ഞാൻ മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, എല്ലാ വിഷയത്തിനും ജയിക്കും എന്ന കണക്കിന് മാത്രമേ ഇവൻ ജയിക്കത്തില്ല. അതൊരു ലേണിംഗ് ഡിസ്കാൽക്കുലായുടെ ഒരു മേഖലയാണ്. അങ്ങനെയെന്ന് വരികിൽ ആ കുഞ്ഞിനെ കണക്ക് കൂടുതൽ പഠിച്ച് ജയിക്കത്തക്ക രീതിയിൽ ഈ റെമഡിയൽ മെഷേഴ്സ് ഹെൽപ്ഫുൾ ആകുമോ? തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിലോ 6 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് വരെ നമ്മളുടെ ബ്രെയിനിൽ ഓൾട്ടർനേറ്റീവ് പാത്ത് വേസ് നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിയോടെയാണ് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത്. ദൈവം അത് തന്നിരിക്കുന്ന കാര്യമാണ്. അതായത് നമുക്ക് ട്രെയിൻ ചെയ്യാം, നമ്മളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനു വേണ്ടിയിട്ട് ചിലപ്പം കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ കെയർ ടേക്കേഴ്സ്, ആ പേരൻസോ ആരാണോ കുട്ടിയെ കെയർ ചെയ്യുന്നവർ, അവർ ആ ഒരു കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുത്തി കൂടുതൽ ട്യൂഷൻ അല്ലെങ്കിൽ ഇപ്പം ക്ലാസ്സിൽ നിന്നുള്ള പഠനം കൊണ്ട് പോരെങ്കിൽ ഭവനത്തിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂഷൻ അല്ലെങ്കിൽ റെമഡിയൽ ട്യൂഷൻസ് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ നമുക്ക് ഓവർകം ചെയ്യാം. ഏത് വയസ്സിന് മുൻപാണെന്നാണ് പറഞ്ഞത്? എത്ര വയസ്സിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത്? അതായത് ഈ ഇപ്പം പഠന വൈകല്യം, അത് പ്രത്യേകിച്ച് കണക്കിൻ്റെ മേഖലയിലുള്ളൊരു വൈകല്യമുണ്ട്. ആ വൈകല്യം പരിഹരിക്കാനായിട്ട് റെമഡിയൽ മെഷേഴ്സ് ഹെൽപ്ഫുൾ ആകുമെന്ന് പറഞ്ഞു. അത് ഏത് പ്രായത്തിലാണ് തുടങ്ങേണ്ടത്? കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്തിന് ആ ജോലി ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏത് പ്രായത്തിലാണ് ഈ മറ്റേ ഭാഗത്തോട്ട് ഈ കഴിവ് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്? അത് 30 വയസ്സായാലും അത് പറ്റുമോ? അതോ 10 വയസ്സിന് മുമ്പാണോ? ഏത് പ്രായത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. അതാണ് ഏർലി ഇൻ്റർവെൻഷൻ്റെ പ്രസക്തി. അത് തന്നെയാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ് ഏർലി ഇൻ്റർവെൻഷൻ. അതായത് ഏറ്റവും നേരത്തെ ഈ കുട്ടിയുടെ ഡിഫക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ല. അതായത് ഞാൻ പറഞ്ഞ 2.5 ഇയേഴ്സിൽ അരിത്തമെറ്റിക് സ്കില്ലിൻ്റെ ബേസിക് ഈ കുട്ടിയുടെ ടാസ്ക്, അതായത് കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ടൈം മുതൽ നമ്മൾ ഈ കാര്യം ആരാണോ കെയർ ടേക്കേഴ്സ് കോൺഷ്യസ് ആകുകയും ആ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ളതാണ് പ്രാധാന്യം. ഡിലേ ആകും തോറും ഇത് ബുദ്ധിമുട്ടായിട്ട് പിന്നീട് വരാം. റെമഡിയൽ മെഷേഴ്സിനായിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത്? വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നോക്കുമോ? ഇവരുടെ ബോഡി എക്സസൈസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പം ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ നേരത്തെ, അതായത് ഇപ്പം ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിലേ ഇൻ ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്, ഈ ഏരിയാസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് സെൻസറി ഇൻ്റഗ്രേഷൻ അപ്രോച്ച് എന്ന് പറയും. ഇൻ ഓക്യുപ്പേഷണൽ തെറപ്പി വി ഡൂ ഇറ്റ്. അതാണ് റെഗുലറായിട്ട് ഏർലി ഇൻ്റർവെൻഷനിൽ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ആ യങ് ബ്രെയിൻ ആണ് ഇതിനെ
റിസീവ് ചെയ്യാൻ, അതായത് ഈ ടൈപ്പ് ഓഫ് തെറപ്പിയെ Receive an മോസ്റ്റ്ലി ഏറ്റവും best. ഏറ്റവും ബെസ്റ്റ് യങ് ബ്രെയിൻ തന്നെയാണ്. അതുകൊണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇതൊരു അപ്രോച്ചാണ്, അതായത് സെൻസറി ഇൻ്റഗ്രേഷൻ അപ്രോച്ച് എന്ന് പറയും. അതായത് അതാണ് ഒരു അപ്രോച്ച്. സെക്കൻഡ് അപ്രോച്ച് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഡെവലപ്മെൻ്റൽ അപ്രോച്ച് എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിന് എല്ലാ ടാസ്കിനും ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനൊരു സീക്വൻസുമുണ്ട്. അപ്പം അതിൻ്റെ ഫസ്റ്റ്, അതായത് ബേസിക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ ട്രെയിൻ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിനെ ഗോളാക്കി, അങ്ങനെയാണ് ഡെവലപ്മെൻ്റൽ അപ്രോച്ച് ഞങ്ങൾ പ്രൊസീഡ് പടിപടിയായിട്ട് ഉള്ളൊരു ഹെൽപ്പാണ്, അതല്ലേ? അതെ അതെ. ഈ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് എന്തുവാ? അതിനകത്ത് ഈ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വാട്ട് ഡസ് ഇറ്റ് മീൻ? അത് എസ്പെഷ്യലി ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഓക്യുപേഷണൽ തെറപ്പിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതിനകത്ത് അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഈ പീഡിയാട്രിക്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ടുള്ള കാര്യത്തിൽ ഇവിടെയാണ് ഞങ്ങളുടെ പ്രസക്തി വരുന്നത്. അതായത് സെൻസറി സ്റ്റിമുലേഷൻസ് ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് വേയിൽ കൂടെ ഈ കുട്ടിയിൽ എത്തിക്കുകയും അതുവഴി ബ്രെയിനിനെ മോൾഡ് ചെയ്യുകയും, ബ്രെയിനിനെ നമുക്ക് തൊടാൻ പറ്റത്തില്ല. നോട്ട് ലൈക്ക് നമ്മളുടെ ബോഡിയുടെ ലിംസ് പോലെയല്ല, ബ്രെയിനിനെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല. പക്ഷെ ത്രൂ ഓൺലി സെൻസ് ഓർഗൻ വി ക്യാൻ മോൾഡ് ദ ബ്രെയിൻ ആൻഡ് കറക്റ്റ് ദ ബ്രെയിൻ. അപ്പോൾ ആ രീതിയിലുള്ള ടാസ്ക് സ്റ്റിമുലേഷൻസ് കൊടുത്തിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയും ഡെഫിനറ്റായിട്ടും അഡാപ്റ്റീവ് റെസ്പോൺസസ് അതുകൊണ്ട് ബെറ്റർ ആകുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ. ഈ റെമഡിയൽ മെഷേഴ്സിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ ഫിസിക്കൽ എക്സസൈസോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ? ഡെഫിനറ്റ്ലി. അപ്പോൾ അതാണ് ഡെവലപ്മെൻ്റൽ അപ്രോച്ചിനകത്ത് വരുന്നതാണ് എക്സസൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ ജിം എക്സസൈസ് ഞങ്ങൾ പറയും. അതായത് ക്രോസിംഗ് മിഡ് ലൈൻ ആക്ടിവിറ്റീസ് ഇവർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് ലെഗ് മുന്നോട്ട് വെക്കുമ്പോൾ റൈറ്റ് ലെഗ് ഹാൻഡ് മുന്നോട്ട് വെക്കണം എന്ന് പറയുന്നത്. അതൊന്ന് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ. അത് ബ്രെയിനിൽ 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ടല്ലോ, ബ്രെയിനിൽ 2 ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇമാജിനറി ഒരു ലൈൻ തന്നെ, മിഡ് ലൈൻ തന്നെ നമ്മളുടെ ബോഡിയിൽ കൂടി വി ആർ അസ്യൂമിങ്, നമ്മൾ അസ്യൂം ചെയ്യുമാണ് ദർ ഇസ് നോ അനാറ്റമിക്കൽ ലൈൻ ഓർ എനിത്തിങ്. പക്ഷേ നമ്മുടെ ബ്രെയിനിലുള്ള 2 ഹെമിസ്ഫിയർ ഉള്ളത് കൊണ്ട് ഒരു സൈഡിലത്തെ ലിംസും ഓർഗൻസും ഓപ്പോസിറ്റ് ഹെമിസ്ഫിയർ ആണല്ലോ നിയന്ത്രിക്കുന്നത്. അപ്പം ആ ഒരു അതിനെ കണക്റ്റ് ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് കലോസത്തിൽ കൂടെ ഉള്ള സംവേദനങ്ങൾ പ്രോപ്പറായിട്ട് പാസ് ചെയ്യാത്തത് കൊണ്ടാണ് മിഡ് ലൈൻ ക്രോസിംഗ് ആക്ടിവിറ്റീസ് ഈ കുട്ടിക്ക് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അതായത് ത്രൂ എക്സസൈസ്, മിഡ് ലൈൻ ക്രോസിംഗ് എക്സസൈസ് ചെയ്ത് ഈ കോർപ്പസ് കലോസത്തിൽ കൂടിയുള്ള സംവേദനങ്ങളെ സ്പീഡാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതിനാണ് ബ്രെയിൻ ജിം എക്സസൈസ് നമ്മൾ ചെയ്യിക്കുന്നത്. അത് തന്നെ ത്രൂ ഡിഫറെൻറ്റ് ടാസ്ക് ആണ് ചെയ്യുന്നത്. ബ്രെയിൻ ജിം എക്സസൈസായിട്ട് മാത്രം ചെയ്യിക്കാതെ അതിപ്പോൾ പല രീതിയിൽ ചെയ്യിക്കാം. ഇൻഡിവിജ്വലായിട്ട് ചെയ്യിക്കാം, ക്ലാസ്സിൽ സ്കൂൾ സെറ്റപ്പിലാണെങ്കിൽ ബിഫോർ ലേണിംഗ്, അതായത് കുട്ടി പഠിക്കുന്നതിന് മുമ്പ് ഈ ബ്രെയിൻ ജിം എക്സസൈസ് നമുക്ക് വേണമെങ്കിൽ ആ കുട്ടികളെ കാണിച്ചു കൊടുത്ത് അതാക്കാം റെഗുലർ എക്സസൈസ്. വാമപ്പ് എക്സസൈസ് ഫോർ ഹാൻഡ്, അതായത് ഇപ്പോൾ റൈറ്റിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കൈയുടെ ആയാസകരമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് വേണമെങ്കിൽ ടീച്ചറിന് എല്ലാ മാസമായിട്ട് ചെയ്യിക്കാം, ഗ്രൂപ്പായിട്ട് ചെയ്യിക്കാം. അപ്പം ഈ കുട്ടിക്ക് തന്നെ അരക്ഷിതബോധം തോന്നത്തില്ല. ഈ റെമഡിയൽ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടേ ഏതെങ്കിലും രീതിയിൽ ഈ ഭക്ഷണക്രമത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്തിയാൽ ഇവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും, അങ്ങനെ ഏതെങ്കിലും ഭക്ഷണക്രമത്തെക്കുറിച്ച് നിങ്ങൾ പറയാറുണ്ടോ? സ്പെഷ്യലായിട്ട് ഡയറ്റ് ഉണ്ട് ഈ കാര്യത്തിന്. ലേണിംഗ് ഡിസബിലിറ്റിയെക്കാട്ടിലും കൂടുതലായിട്ടും ഇപ്പം ഹൈപ്പർ ആക്ടിവിറ്റി, ഇപ്പോൾ ADD അറ്റൻഷൻ ഡിസോർഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ADHD ആണെങ്കിലാണ് അതിന് മോർ ഇഫക്റ്റ് ഉള്ളതായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ എന്നാലും ലേണിംഗ് ഡിസബിലിറ്റിക്കും ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ്, കളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് എസ്പെഷ്യലി യങ് ബ്രെയിൻ സീരിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്ന ടൈമിൽ ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
അപ്പോൾ ഇപ്രകാരമുള്ള കുറച്ച് റെമഡിയൽ മെഷേഴ്സ് ചെയ്താൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പരിധി വരെയെങ്കിലും അവരുടെ ഡെഫിഷ്യൻസിയെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അതിൽ ഏർലി ഡിറ്റക്ഷനും ഏർലി ഇൻ്റർവെൻഷനുമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സംഗതി. എന്നാൽ അതോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മറിയാമ്മ ഒരു കാര്യം പറഞ്ഞു ആദ്യത്തെ എപ്പിസോഡിൽ, ഈ കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആ ഡെഫിഷ്യൻസി പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് മനസ്സിലാക്കാതെ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ടെൻഷൻ കൂടും. ടെൻഷൻ കൂടും തോറും അവരുടെ പെർഫോമൻസ് കുറയും. പെർഫോമൻസ് കുറയും തോറും അവരുടെ സെൽഫ് എസ്റ്റീം താഴേക്ക് വരും. അപ്പോൾ പേരൻസിനും ടീച്ചേഴ്സിനും ഇതിനകത്ത് വലിയൊരു റോൾ ഉണ്ടെന്നല്ലേ പറയുന്നത്. അതൊന്ന് വ്യക്തമാക്കാവോ, ഒന്ന് വിശദീകരിക്കാവോ? എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ആസ് പാർട്ട് ഓഫ് റെമഡിയൽ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞു. എങ്ങനെ? ഈ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആര് ട്രെയിൻ ചെയ്യുന്നോ അവരെ ഈ കാര്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ തന്നെ, അല്ലെങ്കിൽ ഫാമിലി ഹെറിഡിറ്ററി ബാക്കപ്പ് ഇതിനുണ്ടെങ്കിലും സോഷ്യൽ എൻവിറോൺമെൻറ്റിന് പേഴ്സണാലിറ്റി ഫോർമേഷന് ഒരു വളരെ വലിയ പങ്കുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് കമൻസ്, അതായത് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്ക്, അല്ലെങ്കിൽ നിൻ്റെ മാർക്ക് നോക്ക്, ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് ആരാണോ കെയർ ഗീവേഴ്സ്, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അതോറിറ്റി ഫിഗർ എന്ന് പറയുന്നത് ടീച്ചേഴ്സോ പേരൻസോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഭവനത്തിലെ ആരെങ്കിലും വേണമെങ്കിൽ ആകാം. പക്ഷേ ആരാണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സ്, എസ്പെഷ്യലി ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരും ഈ കാര്യത്തിനകത്ത് അവെയർ ആയിരിക്കണം. അതായത് സ്കോൾഡിങ് എത്രമാത്രം, അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് കൊണ്ട് എത്രമാത്രം ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ആ പേഴ്സണാലിറ്റിയെ എത്രമാത്രം അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എസ്പെഷ്യലി ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ടീച്ചേഴ്സിനോടും ഈ കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ടീച്ചേഴ്സ് വളരെ പരിജ്ഞാനത്തോടെയും ബുദ്ധിപരമായിട്ടും ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുമുണ്ട്. എന്നുവെച്ചാൽ എല്ലാ കുട്ടികളും യുണീക്കാണ്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയും ഡിഫറെൻറ്റ് എബിലിറ്റീസും ഒക്കെ ആയിരിക്കും. പക്ഷേ ഓരോ കുട്ടികളെയും അതിനനുസരിച്ച് അവരുടെ എബിലിറ്റീസിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുകയും, അല്ലെങ്കിൽ ഈക്വലാണ്, മറ്റേ കുട്ടി ഈ കാര്യത്തിൽ വളരെ മിടുക്കനാണ് എന്നുള്ള കാര്യമായിരിക്കണം പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അവന് ക്ലാസ്സിൽ ഉറക്കെ മാർക്ക് വിളിച്ചു പറഞ്ഞ് ആ കുട്ടിയെ മാനസികമായിട്ട് തരം താഴ്ത്താതെ അതിലുള്ള ആ പോസിറ്റീവ് സൈഡിനെ ഹൈലൈറ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇവരുടെ ഡെഫിഷ്യൻസിയെ ഹൈലൈറ്റ് ചെയ്ത് അവരെ തരം താഴ്ത്തരുത്. അവരിലുള്ള പോസിറ്റീവിനെ ഹൈലൈറ്റ് ചെയ്ത്, അപ്പം പേരൻസിനും ഈ ടീച്ചേഴ്സിനും ഇങ്ങനെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർക്ക് ഈ സെൽഫ് എസ്റ്റീം ഡൗൺ ആയി കഴിഞ്ഞാൽ, ടെൻഷൻ വർദ്ധിച്ചാൽ, ഈ സ്ട്രെസ്സ് വർദ്ധിച്ചാൽ അവരുടെ ഉള്ള കഴിവൂടെ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സംഗതി ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഏതെങ്കിലും രീതിയിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേഖലയിൽ അസാധാരണമായൊരു കഴിവ് അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ബോധ്യം വന്നിട്ടുള്ള ഒരു സംഗതി. ചില മേഖലകളിലൊക്കെ അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ട്, എന്നാൽ ചില പെർട്ടിക്കുലർ മേഖലയിൽ അസാധാരണമായിട്ടുള്ള കഴിവ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ? എൻ്റെ ആ ഒബ്സർവേഷൻ ശരിയാണോ? ആ മേഖലകളിൽ ഇവരെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ
ഇവർക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തു വരാനുള്ള സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. വളരെ സാധ്യതയുണ്ട്. ദൈവം അങ്ങനെ തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ക്രിയേറ്റീവ് മേഖലയിൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള എബിലിറ്റി കാണും. സ്ട്രോങ് സൈഡ് ഓഫ് ദ ചൈൽഡ് എന്നാണ് നമ്മൾ പറയുന്നത്. സ്ട്രോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ചൈൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുകയും ചെയ്താൽ, ഇനിയും അത് പ്രത്യേകമായിട്ടും ഇംപ്ലിമെൻറ്റോ എക്സിക്യൂട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം സോങ് ആണെങ്കിൽ അല്ലെങ്കിൽ കീബോർഡിലുള്ള എബിലിറ്റീസ് ആണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ആദ്യം മുതലേ കൊടുത്തു തുടങ്ങുവാണെങ്കിൽ അവർക്കൊരു എഡ്യൂക്കേഷണൽ ലെവലിലും അതൊരു സർട്ടിഫിക്കറ്റായിട്ട് തന്നെ കയ്യിൽ കാണും. ഏത് മേഖലയിലാണ് ഇവർക്ക് ഈ എക്സെപ്ഷണലി ദേ ആർ ഗുഡ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പേരൻസും ടീച്ചേഴ്സുമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, അല്ലേ? ആ മേഖലകളിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുത്താൽ അവർ ആ മേഖലകളിൽ വളരെ ശക്തമായിട്ട് വളർന്നു വരുമെന്നാണ് പറയുന്നത്, അല്ലേ? അവർ മഹാന്മാർ തന്നെ ആയിത്തീരും. പഴയുള്ള ഹിസ്റ്ററീസ് നോക്കുവാണെങ്കിൽ പല മഹാന്മാരുടെയും ആൽബർട്ട് ഐൻസ്റ്റൈന്, എഡിസൺ, ഇവരൊക്കെ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അസാധാരണമായ കഴിവിൻ്റെ ഉടമകളായിരുന്നു അങ്ങനെയുള്ള വ്യക്തികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു രീതി പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചില മേഖലകളിൽ പഠന വൈകല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പേരൻസോ ടീച്ചേഴ്സോ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഡിപ്രസ്ഡ് ആകേണ്ട കാര്യമില്ല. അവർക്ക് ചില മേഖലകളിൽ അതീവ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ മേഖലകളിൽ അവരെ വളർത്തിക്കൊണ്ട് വന്നാൽ അസാധാരണമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് ഇവർക്ക് വളരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക വേണ്ടത്, അല്ലേ? പേരൻസിന് ദൈവത്തിന് നന്ദി പറയുകയും നമ്മൾക്ക് അത്രയും എബിലിറ്റി ഉള്ളത് കൊണ്ടാണ്, ആ പേരൻസിന് ആ എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ദൈവം അവരെ ഹാൻഡ് ഓവർ ചെയ്തേക്കുന്നത്. ആ ഒരു ജീവനെ സൂക്ഷിക്കുമെന്ന് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തേക്കുന്നത് കൊണ്ട് വളരെ പവിത്രമായിട്ട് ആ ഒരു ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലേ? ആ ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകട്ടെ, ടീച്ചേഴ്സിനും ഉണ്ടാകട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ പരീക്ഷയിലോ പഠനത്തിലോ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും സഹായങ്ങളോ ബെനിഫിറ്റുകളോ അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ടോ? റീസെൻ്റ് ആയിട്ട് ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ അതായത് ഡിസേബിൾഡ് എഡ്യൂക്കേഷൻ്റെ അതിൻ്റെ ഇൻക്ലൂഷൻ അതിനു വേണ്ടിയിട്ടുള്ള പല ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒന്ന് ഇൻക്രീസ് ടൈം, അതായത് ഇപ്പം ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് എഴുതാനായിട്ട് സമയം കൂടുതൽ അനുവദിക്കുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഉള്ള സബ്ജക്ട്സ് മാറ്റിയിട്ട് ഓൾട്ടർനേറ്റീവ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ചാൻസസ്, അതുപോലെ സ്ക്രൈബിനെ വെച്ചിട്ട് ഈ ഒരു എക്സാം എഴുതിക്കാനുള്ള ഇത് ഇങ്ങനെയെല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ ഗവൺമെന്റിൽ ഈ പേരൻസ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു ലോക്കൽ ബോഡി ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും കൊടുത്തിട്ടുണ്ട്. അവരെ അപ്രോച്ച് ചെയ്യണം. അതൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് സൈക്കോളജിസ്റ്റിൻ്റെയും ഒരു ടീമാണ്. അവരെ അപ്രോച്ച് ചെയ്താൽ അത് സ്കൂളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. എല്ലാ സ്കൂളുകളിലും ആ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ധാരണ. അവിടെ നിന്ന് അവരോട് ഒരു ബോഡിയെ അപ്രോച്ച് ചെയ്യാൻ പറയും. ആ ബോഡിയെ അപ്രോച്ച് ചെയ്തിട്ടാണോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കേണ്ടത്, അതോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യിച്ചിട്ടാണോ ഈ ബോഡി അപ്രോച്ച് ചെയ്യേണ്ടത്? ആ ഒരു ബോർഡിൽ ഇതിനകത്തെല്ലാം ഇൻക്ലൂഡഡ് ആ ക്ലിനിക്കൽ സൈക്കോളജി ടീം ഓഫ് ബോർഡിലുണ്ട്. അവർ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിലേ CBSEയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ചേഞ്ച് ഇൻ എക്സാമിനേഷൻ ആ ഒരു പ്രൊസീജിയർ കുട്ടിക്ക് അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവർക്ക് സമയം നീട്ടിക്കൊടുക്കും പരീക്ഷ എഴുതാൻ, മറ്റുള്ളവരെ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കും, ബുദ്ധിമുട്ടുള്ള വിഷയം മാറി മറ്റ് ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ, സ്കോളർഷിപ്പ്, അതുപോലെ പെർസെൻറ്റേജ് സംവരണം, റിസർവേഷനും ഇപ്പോൾ ഉണ്ട്.
അത് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 3 to 4%, 3-ൽ നിന്ന് 4 അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഇൻ ജോബിൻ്റെ കാര്യത്തിൽ ഫ്രം 2 to 5% പിന്നെ ആക്സസബിലിറ്റി, അതും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സാങ്ഷൻ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അതായത് പബ്ലിക് ബിൽഡിങ്സ് ഡിസേബിൾഡിന് ആക്സസബിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളത്. എസ്പെഷ്യലി നമ്മുടെ മെട്രോ ഒക്കെ അങ്ങനെ ആണ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത്. പബ്ലിക് അതിപ്പോ മെയിൻലി മറ്റേ ഡിസബിലിറ്റി അല്ലേ ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ഡിസബിലിറ്റി അതിനകത്ത് വരുമോ? ഡെഫിനറ്റ്ലി. ചിലപ്പം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഈ കുട്ടിക്ക് ഫിസിക്കൽ ഡിസബിലിറ്റി പ്ലസ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ടൈപ്സും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസും കിട്ടും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞ ഒരനുഗ്രഹമാണ്. നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. അഥവാ അത് കണ്ടാൽ അത് ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ബ്രെയിനിൽ അസാധാരണമായ ഒരു മേഖല വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവായിട്ടിരിക്കും. ആ മേഖല കണ്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ ദേ വിൽ ബി എക്സെപ്ഷണലി ഗുഡ്. ആ ഒരു ഏരിയയിൽ അങ്ങനെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ബെനിഫിറ്റുകൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. അത് മനസ്സിലാക്കി അത് അവെയിൽ ചെയ്യണം. ഏർലി ഡിറ്റക്ഷൻ നടത്തിയാൽ പല ഡെഫിഷ്യൻസിയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് റെമഡിയൽ മെഷേഴ്സിലൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നമ്മുടെ മുൻപാകെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിവരിച്ച് തന്നതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇറ്റ് വാസ് വെരി വെരി ഇൻഫോർമേറ്റീവ്. മാത്രമല്ല ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതിൽ ഞങ്ങളുടെ വളരെ സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.